بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. സൂറത്തുൽ നംൽ 16, 17, 18 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത്. വവരിസ സുലൈമാൻ, ആവർത്തിച്ച് വാവ് വന്നിരിക്കുന്നു. ഇത് ചുണ്ടുകൾ എന്നതിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് 2 ചുണ്ടുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക. ഈ രണ്ടും ശരിയായി ആവർത്തിച്ച് പറയണം. എന്നൊന്നും നീട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഒരു അവ്യക്തമായ രൂപത്തിൽ രണ്ടാമത്തെ വാവ് ഉച്ചരിക്കപ്പെടുകയോ എന്നൊന്നും വരരുത്, സൂക്ഷിക്കുക. വവരിസ സുലൈമാൻ, അതിൽ സാ വന്നിട്ടുണ്ട്. സാ നാവിൻ്റെ തലപ്പിൻ്റെ മുകൾ ഭാഗം, പിന്നെ മേലെ മുൻപല്ലിൻ്റെ അറ്റവും, ഇവ രണ്ടും കൂടി ചേരുമ്പോഴാണ് സാഇൻ്റെ ഉച്ചാരണം ഉണ്ടാകുന്നത്. വവരിസ സുലൈമാൻ, സുലൈമാനു. എല്ലാ അക്ഷരങ്ങൾക്കും തർക്കീഖാണ്. ഇസ്തിഫാലിൻ്റെ ഹർഫുകളായതുകൊണ്ട് ഒന്നിനും തഫ്ഖീമില്ല എന്നതും ശ്രദ്ധിക്കേണ്ടതാണ്. ദാവൂദ്, അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ ദാവൂ എന്ന് മദ്ദ ആരിദുൽ സുക്കൂൻ ഉണ്ടായിത്തീരുന്നതാണ്. വാവിനെ 4 ഹറക്കത്തിൻ്റെ അളവിൽ അല്ലെങ്കിൽ വീണ്ടും 5 6 ഹറക്കത്തിൻ്റെ അളവ് വരെ ദീർഘം നൽകി ഇഷ്ബാ പൂർത്തിയാക്കാവുന്നതാണ്. വവരിസ സുലൈമാനു ദാവൂദ്, ദാലിൽ വഖഫ് ചെയ്യുകയാണ്, സുക്കൂൻ വരുന്നു, ഖൽഖല കുബ്ര നൽകേണ്ടതുമാണ്. ഇനി വഖഫ് ചെയ്യാതെ ഓതുമ്പോൾ അങ്ങനെ ദീർഘം വരാതെ 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള സാമാന്യ ദീർഘം മാത്രം നൽകിക്കൊണ്ട് വവരിസ സുലൈമാനു ദാവൂദ വഖാൽ എന്ന് ഓതേണ്ടതാണ്. വഖാല എന്ന് പറയുമ്പോൾ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുക്കണം. ഇസ്തിഅലാഇൻ്റെ ഹർഫായ ഖാഫിനെയാണ് ദീർഘിപ്പിക്കുന്നത്. അപ്പോൾ വഖാല യാ അയ്യുഹൻ നാസ്, യാ അയ്യുഹ. ഈ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4 5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. 2 പദമായിട്ടാണ് അത് നാം മനസ്സിലാക്കേണ്ടത്. ഒറ്റ പദം പോലെ എഴുതിയിട്ടുണ്ടെങ്കിലും അതിന് ഇൻഫിസാൽ മുൻഫസിലിൻ്റെ ഹുക്മാണ് ഉള്ളത്. യാ അയ്യുഹൻ നാസ്, നൂൻ മുഷദ്ദദയെ മണിക്കണം. അന്നാസ് 2 ഹറക്കത്തിൻ്റെ അളവിൽ ഉന്നത്ത് കൊടുക്കുക. ഉല്ലിംന സാക്കിനത്ത് അമീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അമീമിന് അല്പം പോലും മണിച്ചു പോരുത്, അഥവാ ഉല്ലിം എന്ന് സമയമെടുത്ത് മണിക്കരുത്. ഉല്ലിംന എന്നാണ് ഓതേണ്ടത്. ഉന്നത്ത് എന്ന അടിസ്ഥാന സിഫത്ത് അതിലുള്ളത്, അത് മറന്നുകൊണ്ടല്ല നാം പറയുന്നത്. അതായത് അല്പം അതിൻ്റെ ഉന്നത്ത് അതിലുണ്ടാകും, എന്നാൽ കൂടുതൽ സമയമെടുത്ത് അവിടെ മണിക്കാൻ പാടില്ല. ഇൽഹാർ ഷഫവിയാണ്. ഉല്ലിംന മൻതിഖത് ത്വയ്ർ, എന്ന് പറയുമ്പോൾ സക്കനത്ത് നൂനിനെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ഹഖീഖി, അവ്യക്തമാക്കി മണിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം. ശേഷം തഫ്ഖീമിൻ്റെ അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫായതുകൊണ്ട്. മൻതിഖ, ഖാഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാഇൻ്റെ ഹർഫ് തന്നെ. വീണ്ടും അത്വയ്രി, അവിടെ ത്വാഇനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. മൻതിഖ അത്വയ്രി വഊതീന, മൻതിഖ അത്വയ്രി വഊതീന മിൻ കുല്ലി ശൈഇ വഊതീന, അല്ലേ?
3 ദീർഘാക്ഷരങ്ങളും ഒരുമിച്ച് ചേർന്ന ഒരു പദമാണത്. ഹുറൂഫുൽ മദ്ദി സലാസ, അവ 3ഉം ഈ പദത്തിൽ ഒരുമിച്ച് വന്നിരിക്കുന്നു. ത്വബീഇയായ ദീർഘം, കൂടുതൽ നീട്ടാൻ പാടില്ല. ഊ തീ നാ, 3നും ഒരേ അളവിലുള്ള ദീർഘം അഥവാ തബീഇ, 2 ഹറക്കത്തിൻ്റെ അളവിൽ കൂടുതൽ അവിടെ ദീർഘിപ്പിക്കരുത്. ഊതീന, ഊ എന്നതിൽ മദ്ദുൽ ബദലാണ്. യഥാർത്ഥത്തിൽ ഊ എന്നത് മദ്ദുൽ ബദലാണ്. അത് ഇമാം വർഷിൻ്റെ റിവായത്ത് പ്രകാരമാണെങ്കിൽ അവർക്ക് കൂടുതൽ ദീർഘമാണ് അവിടെ. ഊതീന എന്ന് ദീർഘം നൽകുന്ന രീതിയാണുള്ളത്. എന്നാൽ നമ്മുടെ റിവായത്തിൽ അങ്ങനെയില്ല, മറിച്ച് ഊതീന മിൻ കുല്ലി ശൈ, മിൻ കുല്ലി സക്രതാനൂൻ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ച് മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ് വേണ്ടത്. മിൻ മിൻ എന്ന് തഫ്ഖീം വരരുത്, മറിച്ച് മിൻ കുല്ലി ശൈ. മിൻ എന്ന നൂനിനെ വെളിവാക്കുകയും ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മിൻ കുല്ലി എന്ന് പറയരുത്, മിൻ കുല്ലി ശൈ. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ദീർഘം നൽകണം. ആരിദായ ദീർഘം പുതുതായി ഉണ്ടാവുകയാണ്. അവിടെ ലീനിൻ്റെ ഹർഫിനെയാണ് ദീർഘിപ്പിക്കുന്നത്. ലീനിൻ്റെ ഹർഫായ യായിനെയാണ് ദീർഘിപ്പിക്കുന്നത്. മദ്ദല്ല, മദ്ദിൻ്റെ ഹർഫല്ല, മറിച്ച് ഹർഫുൽ ലീനാണ്. അതിലും ദീർഘം നൽകണം എന്നത് തന്നെയാണ് ആരിദായ ദീർഘത്തിൻ്റെ ഹുക്മ്. ഒന്നുകിൽ 2 ഹറക്കത്തിൻ്റെ അളവിൽ മിൻ കുല്ലി ശൈ എന്ന് പറഞ്ഞ് മതിയാക്കാം. ഏറ്റവും ഭംഗി തവസ്സുത്ത്, മധ്യമ നിലപാട് സ്വീകരിക്കുക, അല്ലെങ്കിൽ മിതത്വം സ്വീകരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മിൻ കുല്ലി ശൈ ഇന്ന ഹാദ, അവിടെ ചേർത്ത് ഓതുമ്പോൾ ഇൽഹാർ ഹൽക്കി നൽകണം. ഷൈ ഇൻ ഇന്ന എന്ന് ഹംസ വന്നതുകൊണ്ട് ഇൽഹാർ ഹൽക്കി മണിക്കാതെ തൻവീനിനെ വെളിവാക്കണം. ഇന്ന ഹാദ ലഹുവ, നൂൻ മുശദ്ദദ മണിക്കണം. ഇന്ന ഹാദ, എല്ലാം ഇസ്തിഫാലിലെ ഹർഫുകളാണ്, തർഖീബ് മാത്രമാണ്. ഹാദ ലഹുവ, ലഹുവ ലഹുവൽ ഫദ്ലുൽ മുബീൻ. ദ്വാദ് പരിശീലിക്കാൻ പറ്റിയ ഒരു പദമാണ്. അൽ ഫദ്ലു, ഫദ്ലു അൽ ഫദ്ദ്, നാവിൻ്റെ സൈഡും മേലെ അണപ്പല്ലും ചേർത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരം. അതിന് തഫ്ഖീമുണ്ട്, തഫ്ഖീം ചെയ്യേണ്ട ഇസ്തിലാൻ്റെ ഹർഫാണ്. ശേഷം ലാമാണ്. ആ ലാമിലേക്ക് നാവിനെ ഉടനെ കൊണ്ടുവരിക. അത് രണ്ടും മിക്സായി പോകുന്നത് ശ്രദ്ധിക്കണം. അൽ ഫദ്ലുൽ മുബീൻ, ലഹുവൽ ഫദ്ലുൽ മുബീൻ. വഹുശിറ ലിസുലൈമാൻ, വഹുശിറ, റായിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിക്കണം റായിന്. ലിസുലൈമാന ജുനൂദു, ലിസുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസ്. ജുനൂദുഹു, ഹാ ഉദ്ദമീറിന് മദ്ദുസ്സിലത്തി സുഗ്റ എന്ന ദീർഘം നൽകേണ്ടതാണ്, 2 ഹറക്കത്തിൻ്റെ അളവിലുള്ള ദീർഘം. മിനൽ ജിന്നി, നൂൻ മുശദ്ദദയെ മണിക്കുക, ഷദ് നൽകപ്പെട്ട നൂൻ. മിനൽ ജിന്നി വൽ ഇൻസി, അവിടെ വല്ലിൻസി എന്ന് പറയും തെറ്റായിട്ട് ചില ആളുകൾ. വല്ലി, വല്ലി അങ്ങനെ വേണ്ട, വൽ ഇ, വൽ ഇ. ഹംസ ക്ലിയറാക്കി പറയണം, ഖത്താൻ്റെ ഹംസയാണ്. വൽ ഇൻസി, ഷിദ്ദ എന്ന സിഫത്ത് അതിനുള്ളതാണ്, കടുപ്പത്തോടെ ഉച്ചരിക്കണം ഹംസയെ. വൽ ഇൻസി, സാക്കിനത നൂൻ ഇഖ്ഫാ ഹഖീഖി മറച്ചു മണിക്കുക. വൽ ഇൻസി വത്തൈരി, വത്തൈരി ത്വാഇന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിച്ച് തായിനെ ഉച്ചരിക്കുക, ഇസ്തിഅലാൻ്റെ ഹർഫാണ്. വത്തൈരി ഫഹും യൂസഊൻ, യൂസഊൻ. ഐന്, സായ്, എല്ലാ അക്ഷരങ്ങളും പ്രത്യേകം കൃത്യമായ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഉറപ്പെടുത്തുകയാണ്. ഹത്താ ഇദാ
അതൗ. ഇവിടെ രണ്ട് മുൻഫസിലായ ദീർഘങ്ങളാണ് വന്നത്. മദ് മുൻഫസിൽ ജായിസ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. 2 അലിഫുകൾ ഹത്ത, അതുപോലെ ഇത്. ശേഷം ഹംസകൾ അടുത്ത പദത്തിൻ്റെ ആരംഭത്തിലായി വന്നതാണ് കാരണം. ഹത്ത ഇദാ അതൗ അലാ വാദിൻ നംൽ അലാ വാദിൻ നംൽ ഖാലത് നംല അന്നംൽ. ഇതാണ് ഈ സൂറത്തിന് നംല് എന്ന് നാമകരണം ഉണ്ടാവാനുള്ള കാരണമായ ഭാഗം. അന്നംൽ നൂൻ മുഷദ്ദദയെ മണിക്കണം. അലാ വാദിൻ നംലി, ശേഷം മീമുണ്ട്, സാക്കിനത്തായ മീം ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. അലാ വാദിൻ നംലി ഖാലത് നംല. ഖാഫിനും അലിഫിനും തഫ്ഖീം കൊടുക്കുക. ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. അലാ വാദിൻ നംലി ഖാലത് നംല ഖാലത് നംലതുൻ യാ അയ്യുഹൻ നംൽ. അവിടെ നംലതുൻ നംൽ ഈ പദങ്ങളിലൊക്കെയും സാക്കിനത്തായ മീം വരുന്നു. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ഖാലത്ത് എന്നതിൽ ഖാഫിനും അലിഫിനും തഫ്ഖീമാണ്. ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്നു. നംലതുൻ യാ, അവിടെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി യായിലേക്ക് ലയിപ്പിച്ച് മണിക്കണം. യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ. വീണ്ടും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. അന്നംലു ഉദ്ഖുലൂ അന്നംലു ഉദ്ഖുലൂ. ദാലിന് സുകൂൻ, ഖൽഖല സുഗ്റ. അവിടെ ദാലിൻ്റെ സുകൂനിൻ്റെ ശബ്ദം ചലിപ്പിച്ചുച്ചരിക്കുക. ഉദ്ഖുലൂ മസാകിനകും. അവിടെ നമ്മൾ ഇബ്തിദാ ചെയ്യുമ്പോൾ ഉദ്ഖുലൂ എന്ന് ഹംസക്ക് ദമ്മാണ് കൊടുക്കുക. കാരണം സാലിസുൽ ഫിയൽ, ഇത് ഫിയലാണല്ലോ. ഇതിലെ മൂന്നാമത്തെ അക്ഷരമായ ഖാഇന് ദമ്മുണ്ട്. ഉദ്ഖുലൂ എന്ന് ഖാഇന് ദമ്മുള്ളത് കൊണ്ട്, മൂന്നാമത്തെ അക്ഷരത്തിന് ദമ്മായതുകൊണ്ട് ഉദ്ഖുലൂ മസാകിനകും എന്ന് ഹംസക്ക് ദമ്മ് കൊടുക്കുക. മസാകിനകും, സീന് മസാകിനകും ആയിപ്പോണ്ട് മസാകിനകും മസാകിനകും ലാ യഹ്തിമന്നകും. അവിടെ സാക്കിനത്തെ മീമുകൾ ആവർത്തിച്ച് വരുന്നു. എല്ലാം ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ലാ യഹ്തിമന്നകും ഉച്ചരിക്കുക. കൃത്യമായി ത്വാഇന് തഫ്ഖീം കൊടുക്കുക. കുറഞ്ഞ തഫ്ഖീമാണ്, കസ്റായതുകൊണ്ട് നൂൻ മുഷദ്ദദയെ മണിക്കണം. സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ. വജുനൂദുഹു, അവിടെ ഹാ ദമീറിനെ ദീർഘിപ്പിക്കുക. മദ്ദു സിലത്ത് സുഗ്റ നൽകണം. വഹും ലാ യശ്ഉറൂൻ. സാക്കിനത്ത മീം വീണ്ടും ആവർത്തിക്കുന്നു. ഇൽഹാർ ഷഫവി മണിക്കാതെ വെളിവാക്കുക. ലാ യശ്ഉറൂൻ. റാഇന് തഫ്ഖീം കൊടുക്കണം എന്നതും ശ്രദ്ധിക്കുക. ഐനും എല്ലാ ഹർഫുകളും കൃത്യമായി, എല്ലാ അക്ഷരവും ക്ലിയറായി അതിൻ്റെ മഖ്റജിൽ നിന്ന് അവക്ക് നൽകേണ്ടതായ എല്ലാ സിഫാത്തുകളും പൂർത്തിയാക്കി ഉച്ചരിക്കുവാൻ ശ്രദ്ധിക്കുക. വഹും ലാ യശ്ഉറൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. وورث سليمان داود وقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون. حتى إذا
مساد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا